അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ അടുത്ത് വഹാബി നേതാവ് ഫൈസൽ മൗലവിയുടെ ഒരു ക്ലിപ്പ് കാണാനിടയായി. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേട്ടതിന് ശേഷം വിഷയത്തിലേക്ക് കടന്നു വരാം. ആ ക്ലിപ്പ് ഒന്ന് ആദ്യം നിങ്ങൾ കേൾക്കുക. സമസ്ത യഥാർത്ഥത്തിൽ പഠിപ്പിച്ച ശരിയായ ആശയം എന്താണോ ആ ആശയം അതേ രൂപത്തിൽ ധൈര്യസമേതം ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത് ഇവർ ആക്ഷേപിച്ചും പരിഹസിച്ചും തള്ളിക്കളയുന്ന ഒരു നൗഷാദ് മുസ്ലിയാണ്. അയാളാണ് ഇപ്പൊ സത്യം പറഞ്ഞ സമസ്തൻ ആശയം പറയുന്നത്. കേട്ടല്ലോ അല്ലേ? എന്താണ് ഈ ക്ലിപ്പിൽ ഇദ്ദേഹം പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ ആശയം ഇന്ന് പറയുന്നത് നമ്മുടെ നൗഷാദ് മൗലവിയാണ്. ബാക്കിയുള്ളവരൊന്നും സമസ്തയുടെ പഴയ കാലത്തുള്ള ആശയങ്ങൾ പറയുന്നില്ല എന്നതാണ്. എന്നാൽ നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ നൗഷാദ് മൗലവി പറയുന്നത് സമസ്തയുടെ യഥാർത്ഥ ആശയമാണോ? പഴയ കാലത്തുള്ള സമസ്തയുടെ നേതൃത്വം അങ്ങനെ ആശയങ്ങൾ നൗഷാദ് പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടോ എന്നതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നൗഷാദിന്റെ ഒരു ക്ലിപ്പ് കേൾക്കി. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ എന്താ പറഞ്ഞത്? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ എല്ലാ അധികാരങ്ങളും കൈമാറും. കൈമാറിക്കഴിഞ്ഞാൽ നിയന്ത്രണം പിന്നെ ആരായിരിക്കും? അവരായിരിക്കും. അള്ളാഹു ആകൂല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അധികാരം കൈമാറും. അള്ളാഹു അധികാരം കൈമാറിയാൽ പിന്നെ ലോകത്തിന്റെ നിയന്ത്രണം ഈ അധികാരം കൈമാറപ്പെട്ട ആളായിരിക്കും എന്നതാണ് ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ സിമ്പിളായ ഒരു ഉദാഹരണം കൂടെ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കുക. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാണ്. അത് കൊടുത്താൽ പിന്നെ അതിന്റെ സ്വിച്ച് ഓഫ് ആക്കുന്നതും ഓൺ ആക്കുന്നതും ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാകുമോ എന്നാണ് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നത്. നല്ല ചോദ്യം. എന്നാൽ ആ ഉദാഹരണം ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നതുപോലെയാണ് അള്ളാഹു ഒരു വലിയനിക്ക് ഒരു അധികാരം കൊടുത്താൽ ആ അധികാരത്തിൽ പിന്നെ അള്ളാഹുവിനിക്ക് നിയന്ത്രണം ഇല്ല എന്ന പിഴച്ച ആശയം, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പരിധി നിശ്ചയിക്കുന്ന പിഴച്ച ആശയം. ഇതുപോലെ മൊബൈൽ ഫോൺ കൊടുത്താൽ ആ മൊബൈൽ ഫോണിൽ എനിക്ക് പിന്നെ നിയന്ത്രണം ഇല്ല എന്ന പിഴച്ച ആശയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ, ഉസ്താദ്, പേരോട് ഉസ്താദ്, അവരൊക്കെ ഇപ്പൊ അടുത്ത സമസ്തയിൽ വന്നത്, അവരൊക്കെ സമസ്തയിൽ വരുന്നതിന്റെ മുൻപ് ഉള്ള പണ്ഡിതന്മാർ ആരാണ് പറഞ്ഞത്? ഇങ്ങനൊരു ആശയം ആര് പറഞ്ഞു? അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിന്റെ പകലിൽ ഒരു നോമ്പുകാരനിക്ക് ഒരു വലിയ വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിച്ച വ്യക്തിയുടെ നോമ്പ് മുറിയുകയില്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴയ കാലത്തുള്ള പണ്ഡിതന്മാരിൽ ആരാണ് പറഞ്ഞത്? ഇങ്ങനെ നമുക്ക് ഇവരുടെ ആശയ വൈകല്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇവർ പറയുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോദിക്കാനുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് 2 ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ വഹാബികൾക്ക് സുന്നത്ത് ജമാഅത്തിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു. പക്ഷെ ഇവർ വന്നിട്ട് ഒരിക്കലും സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്ത ആശയങ്ങൾ പറഞ്ഞപ്പോൾ വഹാബികൾ അത് സുന്നികളുടെ ആശയമാണ് എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ സാധാരണക്കാരായ ചെറുപ്പക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. ഇവരെ കൊണ്ട് കിട്ടിയ വലിയൊരു ഉപദ്രവമാണ്. അള്ളാഹു ഇവരുടെ ശർറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ഇനി നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കേൾക്കാം. നമ്മുടെ അൻവരി ഉസ്താദിന്റെ ക്ലിപ്പാണ്. അതൊന്ന് കേൾക്കുക. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനത്തിൽ ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ എടുത്ത തീരുമാനങ്ങളൊന്നും ശരിയായിട്ടില്ല, അത് പുനർപരിശോധിക്കണം, അത് തിരുത്തണം എന്ന് പ്രസംഗിക്കുന്ന ഇവർ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവരാകും എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകും. നമുക്ക് അടുത്തൊരു രസകരമായിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്. നമ്മുടെ ബാലുശ്ശേരിയുടെ ക്ലിപ്പാണ്. നമുക്ക് ആ ക്ലിപ്പൊന്ന് ആദ്യം നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് വിഷയം സംസാരിക്കാം. നിങ്ങൾ നോക്ക്, നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച
മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ചൊരു ജന്മം ഫിറൗനൊന്നല്ല, നൗഷാദ് അഫ്സനി എന്ന് പറഞ്ഞ സാധന. അതിനകത്തു ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക. ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിയോന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ. ജൂതന്മാർ വന്നിട്ടാണ് അവന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ, എയർപോർട്ടിൽ നിന്ന് അവന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിൽ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ. ബാലുശ്ശേരി പറഞ്ഞതിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാൽ വഹാബികൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ നൗഷാദ് മൗലവിയുടെ ഭാഷയിൽ വഹാബികൾ വരെ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ബാലുശ്ശേരി നേരിൽ കണ്ട് അനുഭവിച്ച കാര്യമാണ് പറയുന്നത്, കാണാത്ത കാര്യമല്ല, നേരിൽ കണ്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നൗഷാദ് മൗലവിയുടെ ഭാഷയിൽ ബാലുശ്ശേരി വരെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ.